ഇന്ന ദിവസം 139. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 സാമുവൽ അധ്യായം 21, 1 ദിനവൃത്താന്തം അധ്യായം 26, സങ്കീർത്തനങ്ങൾ 40. 2 സാമുവലിന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 21. ഗിബെയോൻകാരുടെ പ്രതികാരം. ദാവീദിന്റെ ഭരണകാലത്ത് 3 വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തു, സാവൂൾ ഗിബെയോൻകാരെ കൊന്നതുകൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട്. അതുകൊണ്ട് രാജാവ് ഗിബെയോൻകാരെ വിളിച്ചു. ഗിബെയോൻകാർ ഇസ്രായേലിയരല്ല, അമോര്യരുടെ ഒരു ചെറുവിഭാഗമായിരുന്നു. അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേലിയർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂദായെയും കുറിച്ചുള്ള തീക്ഷ്ണതയിൽ സാവൂൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ദാവീദ് ഗിബെയോൻകാരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ കർത്താവിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം? ഗിബെയോൻകാർ മറുപടി നൽകി, സാവൂളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല. ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദാവീദ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്കിടമുണ്ടാകാതിരിക്കേണ്ടതിന് മനഃപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ. അവൻ്റെ പുത്രന്മാരിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. കർത്താവിൻ്റെ പർവ്വതമായ ഗിബെയോനിൽ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ. രാജാവ് പറഞ്ഞു, ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. എന്നാൽ സാവൂളിൻ്റെ മകൻ ജോനാഥനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവൂളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഫിബോഷത്തിനെ ഒഴിവാക്കി. അയ്യായുടെ മകൾ റിസ്പായിൽ സാവൂളിന് ജനിച്ച അർമോനി, മെഫിബോഷത്ത് എന്നീ പുത്രന്മാരെയും മെഹുലായിലെ ബർസില്ലായുടെ മകനായ അദ്രിയേലിന് സാവൂളിൻ്റെ മകൾ മേരബിൽ ജനിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടികൂടി ഗിബെയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കർത്താവിൻ്റെ മുൻപിൽ മലയിൽ വച്ച് തൂക്കിലിട്ടു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. യവം കൊയ്ത്തിൻ്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത്. അനന്തരം അയ്യായുടെ മകൾ റിസ്പ പാറമേൽ ചാക്ക് വിരിച്ച് കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു. പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടി ഓടിച്ചു. അയ്യായുടെ മകളും സാവൂളിൻ്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി ദാവീദ് കേട്ടു. അവൻ ചെന്ന് യാബേഷ് ഗിലെയാദിലെ ആളുകളിൽ നിന്ന് സാവൂളിൻ്റെയും മകൻ ജോനാഥിൻ്റെയും അസ്ഥികളെടുത്തു. ഗിൽബോവായിൽ വെച്ച് സാവൂളിനെ കൊന്നതിനു ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്ത്യർ ബെത്ഷെബാനിലെ പൊതുവീതിയിൽ തൂക്കിയിട്ടിരുന്നു. യാബേഷ് ഗിലെയാദുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി. ദാവീദ് സാവൂളിൻ്റെയും മകൻ ജോനാഥിൻ്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലയിലും സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചു. രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. പിന്നെ രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദാവീദിൻ്റെ വീരയോദ്ധാക്കൾ. ഫിലിസ്ത്യരും ഇസ്രായേലിയരുമായി വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്തു. അവൻ തളർന്നു. മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബിനോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് 300 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു. എന്നാൽ സെരൂയയുടെ മകൻ അബിഷായി ദാവീദിൻ്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു. ഇസ്രായേലിൻ്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ് പടയാളികൾ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അതിനുശേഷം ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായി വീണ്ടും യുദ്ധമുണ്ടായി. അപ്പോൾ ഹുഷാത്യനായ സിബെക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു. ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബദ്ലേഹംകാരനായ ഒറേഗീമിൻ്റെ പുത്രൻ എൽഹനാൻ ഗിത്യനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു. അവൻ്റെ കുന്തത്തിൻ്റെ പിടി നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വെച്ചും യുദ്ധമുണ്ടായി. അവിടെ ഒരു അതികായനുണ്ടായിരുന്നു. അവൻ്റെ കൈകാലുകൾക്ക് 6 വീതം 24 വിരലുകളുണ്ടായിരുന്നു. അവനും മല്ലന്മാരുടെ സന്തതികളിലൊരുവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിൻ്റെ സഹോദരനായ ഷിമെയുടെ മകൻ ജോനാഥൻ അവനെ വധിച്ചു.
ഇവർ 4 പേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു. ദാവീദും അനുചരന്മാരും അവരെ നിഗ്രഹിച്ചു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 26. വാതിൽ കാവൽക്കാർ. ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ. കൊറാഹ്യരിൽ ആസാഫിന്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രൻ മെഷേലിമിയ. അവന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സക്രിയ, യദിയേൽ, സെബദിയ, യത്തനിയേൽ, ഏലാം, യഹോഹനാൻ, എലിയോഹോവാനായി, ഓബദ്. ഏദോമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമയ, യഹോസബാദ്, യോവ, സാക്കാർ, നെഥാനേൽ, അമ്മിയേൽ, ഇസാക്കർ, പെവുലേത്തായ്. ദൈവം ഓബദേദോമിനെ അനുഗ്രഹിച്ചു. അവന്റെ പുത്രനായ ഷെമായയുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു. ഷെമായയുടെ പുത്രന്മാർ ഒത്തിനി, റഫായേൽ, ഓബദ്, എൽസാബാദ്. അവരുടെ ചാർച്ചക്കാരായ ഏലീഹു, സെമാക്കിയ എന്നിവർ കഴിവുറ്റവരായിരുന്നു. ഇവർ ഓബദ് ഏദോമിന്റെ വംശത്തിൽപ്പെടുന്നു. ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണന്മാരായിരുന്നു. ഓബദ് ഏദോമിൽ നിന്ന് ആകെ 62 പേർ. മെഷേലേമിയായുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രഗത്ഭന്മാരായ 18 പേർ. മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിമ്രി. ആദ്യജാതനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി. 2-ാമൻ ഹിൽക്കിയ, 3-ാമൻ തെബാലിയ, 4-ാമൻ സക്രിയ. ഹോസായുടെ പുത്രന്മാരും ചാർച്ചക്കാരുമായി ആകെ 13 പേർ. ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലവന്മാർക്ക് അനുസൃതവുമായാണ്. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങളുണ്ടായിരുന്നു. പിതൃകുടുംബക്രമമനുസരിച്ച് വലിപ്പച്ചെറുപ്പഭേദമന്യേ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു. കിഴക്കേ വാതിലിന് നറുക്ക് ഷെലേമിയായിക്ക് വീണു. അവന്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സക്രിയായിക്ക് വടക്കേ വാതിലിന്റെ നറുക്ക് കിട്ടി. തെക്കേ വാതിൽ നറുക്കനുസരിച്ച് ഓബദ് ഏദോമിന് കിട്ടി. അവന്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതലയേൽപ്പിച്ചു. കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ഷല്ലോഗത്ത് വാതിലും പടിഞ്ഞാറേ വാതിലും ഷുപ്പീമിനും ഹോസായിക്കും കിട്ടി. അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു. ദിനം പ്രതി കിഴക്ക് 6 പേർ, വടക്ക് 4 പേർ, തെക്ക് 4 പേർ. സംഭരണശാലകളിൽ ഈ 2 പേർ, പർബാറിൽ 2 പേർ, അതിന് പടിഞ്ഞാറുള്ള വഴിയിൽ 4 പേർ. കൊറാഹ്യരിലും മെറാര്യരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ്. ലേവ്യരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിന്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു. ഗർഷോന്യനായ ലാദാന്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയേൽ. അവന്റെ പുത്രന്മാരായ സേദാമും സഹോദരൻ ജോയേലും കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നു. അവരോടൊപ്പം അമ്രാര്യരും ഇസ്ഹാര്യരും ഹെബ്രോണ്യരും ഉസിയേല്യരും ഉണ്ടായിരുന്നു. മോശയുടെ മകനായ ഗർഷോമിന്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു. എലിയസർ വഴിക്കുള്ള അവന്റെ ചാർച്ചക്കാർ റഹാബിയ, അവന്റെ മകൻ യഷായ, അവന്റെ മകൻ യോറ, അവന്റെ മകൻ സിക്രി, അവന്റെ മകൻ ഷെലോമോത്ത്. ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലേമോത്തും ചാർച്ചക്കാരുമായിരുന്നു. യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം അവർ കർത്താവിന്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു. ദീർഘദർശിയായ സാമുവേൽ, കിഷിന്റെ മകൻ സാവൂൾ, നേറിന്റെ മകൻ അബ്നേർ, സെരിയായുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷെലേമോത്തിനും ചാർച്ചക്കാർക്കുമായിരുന്നു. ഇസ്ഹാര്യരിൽ നിന്ന് കെനിയായും പുത്രന്മാരും ഇസ്രായേലിലെ സേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു. ഹെബ്രോണ്യരിൽ നിന്ന് ഹഷാബിയായും ചാർച്ചക്കാരും ജോർദാന്റെ പടിഞ്ഞാറേ തീരം വരെ ഇസ്രായേലിന്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കും രാജസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭരായ അവർ 1700 പേരുണ്ടായിരുന്നു. ഹെബ്രോണ്യരുടെ തലവൻ ഏതു വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു. ദാവീദ് രാജാവിന്റെ 40-ാം ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലെയാദിലെ യാസറിൽ അതിപ്രഗത്ഭന്മാരുണ്ടെന്ന് കണ്ടെത്തി. ജെറിയായും ചാർച്ചക്കാരുമായി 2700 പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ റൂബൻ, ഗാദ് ഗോത്രങ്ങൾ, മനാസയുടെ അർദ്ധഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതലയേൽപ്പിച്ചു.
സങ്കീർത്തനങ്ങൾ 40. ദൈവമേ, വൈകരുതേ. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു. നമ്മുടെ ദൈവത്തിന് ഒരു സ്വസ്ത്രഗീതം. പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായ ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ. എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു. അവ എൻ്റെ തലമുടിയിഴകളേക്കാൾ അധികമാണ്. എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു. കർത്താവെ, എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. എൻ്റെ ദൈവമേ, വൈകരുതേ.